2019 ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2004 മാത്രമാണ് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത്. അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ അത് കഴിഞ്ഞ് 77 തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയമായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതിനൊക്കെ ഓരോ പ്രത്യേക കാരണങ്ങളുണ്ടാവും. അത് പരിശോധിച്ച് പാർട്ടിയും LDFും തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്നു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും. അതാണ് ഞങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നത്. ഈ കോഴിക്കോട്ട് മാത്രമായി എന്തെങ്കിലും പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, കാരണം അത്രയധികം ഭൂരിപക്ഷത്തിലാണല്ലോ UDF മണ്ഡലം. അങ്ങനെ പറയാൻ പറ്റും, അങ്ങനെ പറയാൻ കഴിയില്ല. കോഴിക്കോട് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ 1ാം ഗ്രേഡിൽപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ പോലും പുറകോട്ട് പോയിട്ട് നിശ്ചയമായും ജയിക്കുമെന്ന് കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്നു. അത്തരം മണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടിന് മാത്രമായി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വേവാണ്. എങ്ങനെ? അതെ 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 അല്ല, അതാണ് ഞാനും പറയുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞു, വോട്ടിൻ്റെ കണക്കൊക്കെ കിട്ടി. പ്രാഥമികമായ ചില ആലോചന നടത്തി എന്നല്ലാതെ വിശദമായ പരിശോധന നടത്തിയിട്ടില്ല. ഇത് കേരളം ആകെ കാണുന്ന ഒരു പ്രവണതയാണ്. അത് ഞാൻ പറഞ്ഞ കൃത്യമായി ഏതാണ് കാരണമെന്ന് വിലയിരുത്താതെ എനിക്ക് ഒരു നിലപാട് പറയാൻ പറ്റില്ല. പൗരത്വ വിഷയം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ചർച്ചയായ സ്ഥലമാണ് കോഴിക്കോട്. അതിന്റെ മുന്നിൽ LDF ഒക്കെ ആയിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കുറ്റാരോപണം ഞാൻ നടത്തുന്നില്ല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാവരും വരുന്ന ജനങ്ങൾ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് പരിശോധിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിലേക്ക് ഞങ്ങൾ ആ നിലയിലാണ് പരിശോധന നടത്തുക. അല്ല സാർ, മലബാറിൽ നോക്കിയാൽ ഇപ്പോൾ പൊന്നാനി ആയാലും മലപ്പുറം ആയാലും കോഴിക്കോട്, വടകര മുതൽ വയനാട് വരെയുള്ള ജില്ലകളാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്നത്. അതെ, വയനാട്ടിൽ കഴിഞ്ഞ ഭൂരിപക്ഷത്തിൽ കുറവ് വന്നു. ലക്ഷങ്ങളാണ്, പക്ഷേ ലക്ഷങ്ങളാണ്. അതൊന്നും കാണാതിരിക്കുന്നില്ല. വയനാട്ടിൽ ഭൂരിപക്ഷത്തിൽ കുറവ് വന്നു. അപ്പോൾ രാഹുൽ അനുകൂല ട്രെൻഡ് തീരെയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വിഷയമല്ല, അതിനപ്പുറത്തേക്ക് ഒരു അതല്ല, ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാധാരണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടും. BJPയെ അധികാരത്തിന് പുറത്താക്കുക എന്നത് വളരെ താല്പര്യമുള്ള, അല്ലെങ്കിൽ അത് വളരെ വാശിയോടെ ജനങ്ങൾ കാണുന്നൊരു വിഷയമായിരുന്നു. അതിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ ചേരി ഏതാണ് എന്ന ചർച്ചകളൊക്കെ ജനങ്ങളിൽ സ്വാഭാവികമായിട്ട് നടക്കും. എന്തെല്ലാമാണ് ജനങ്ങളെ സ്വാധീനിച്ചതെന്ന് കൃത്യമായി ഒരു നിർണയം നടത്തണമെങ്കിൽ കുറച്ചുകൂടി പരിശോധന ആവശ്യമാണ്. അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇപ്പോൾ രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPMന് ഒരാൾ ജയിച്ചല്ലോ. അതുപോലെ CPIMLന് 2 സീറ്റുകളിൽ ബീഹാറിൽ ജയിക്കാൻ സാധിച്ചു. അത് ഇടതുപക്ഷത്തെ അങ്ങനെ തള്ളിക്കളയുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും സൂക്ഷ്മമായ പരിശോധന നടത്തിയാലേ ഒരു കൃത്യമായ നിലപാട് പറയാൻ പറ്റും. സാർ, ഈ BJPയുടെ വളർച്ച കേരളത്തിൽ 11 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അവർ 1ാം സ്ഥാനത്തെത്തി, 9 എടുത്ത് 2ാം സ്ഥാനത്തെത്തി. അസംബ്ലി മണ്ഡലങ്ങൾ അത് വോട്ട് ഷെയറിലും വലിയ വർധന വന്നിരിക്കുന്നു. CPMനെയും അല്ലാതെ അതെല്ലാം വ്യത്യസ്തമായ സാഹചര്യം. ഇപ്പോൾ തൃശ്ശൂർ എടുത്താൽ പ്രതാപന് കിട്ടിയ 2019 വോട്ടുകളിൽ 1 ലക്ഷത്തോളമാണ് കുറവ് വന്നത്. അതാണ് നേരെ അപ്പുറത്തേക്ക് പോയത് BJP സ്ഥാനാർത്ഥിക്ക്. രാജാജി മാത്യു CPI സ്ഥാനാർത്ഥിക്ക് 2019 കിട്ടിയതിനേക്കാൾ നേരിയ വർധനവ് സുനിൽകുമാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് കൂടാൻ കാരണമായ വോട്ട് ഏത് മേഖലയിൽ നിന്ന് മാറിയെന്ന് അതാത് മണ്ഡലത്തിൽ പരിശോധിച്ചാലേ പറയാൻ പറ്റും. ജനറലായിട്ടൊരു ട്രെൻഡ് BJPക്ക് അനുകൂലമായി കേരളത്തിലില്ല. കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്ത് ഒരിടത്തുമില്ല. പക്ഷേ കോഴിക്കോടും വടകരയിലുമൊക്കെ BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പക്ഷേ കോൺഗ്രസിൽ നിന്ന് പോയിട്ടൊന്നും അല്ല. കോൺഗ്രസിന് വോട്ട് കൃത്യമായി നമുക്ക് നിർണ്ണയിക്കാനായിട്ടില്ല. അത് പരിശോധിച്ചാലേ പറയാൻ പറ്റും. എനിക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ അത് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതെ 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 അല്ല, അത് കൃത്യമായി പരിശോധിച്ചാലേ പറയാൻ പറ്റും. ഞങ്ങളത് പരിശോധനയിലേക്ക് കടന്നിട്ടില്ല. ഇന്നലെയല്ലേ അവസാനിച്ച്. ഇന്നിപ്പോൾ രാവിലെ വന്ന് കണക്കൊക്കെ നോക്കുന്നേ ഉള്ളൂ. പരിശോധിച്ചിട്ട് പറയാം. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ച് ജയിക്കുന്നു തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ അനുമോദിക്കുന്നു. ജനവിധിയെ 100% അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച്
ഞങ്ങൾ പൂർണ്ണമായ വിശകലനം നടത്തി എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഞെട്ടലൊന്നുമില്ല. 2019 ഇതിനേക്കാൾ വലിയ വിജയപ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. സാർ, ഈ പ്രചരണം തുടങ്ങിയപ്പോൾ ഇക്ക എന്നുള്ള ഇതിൽ പോസ്റ്ററുകളൊക്കെ വന്നു, അതിനെ കോൺഗ്രസ് വിമർശിച്ചു. ഇത്തരം ചില കാര്യങ്ങൾ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാകുമോ? അത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടില്ല. അതൊന്നും ഒരു കാരണമാവാനിടയില്ല. ഇപ്പോൾ തോമസ് ഐസക്കിനെ ഇക്കാന്ന് വിളിച്ചുകൊണ്ടാണോ തോറ്റ്? കേരളത്തിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാളാണ് തോമസ് ഐസക്. അദ്ദേഹം പാർലമെൻറ്റിൽ വന്നാലുള്ള പെർഫോമൻസിനെ കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്ക്. അങ്ങനെ പറയാൻ പറ്റില്ല. അവിടുത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങൾ, അസംബ്ലി മണ്ഡലങ്ങൾ ജയിച്ചത് LDF. അത് പാർലമെൻറ്റ് എല്ലാ കാലത്തും കോഴിക്കോട് അങ്ങനെ തന്നെയല്ലേ. ഇടതുപക്ഷ മുന്നണി സർവശക്തമായി നിൽക്കുന്ന കാലത്ത് വീരേന്ദ്രകുമാർ 2004 ജയിച്ചതൊഴിച്ചാൽ, ഒരിക്കൽ ഇമ്പിച്ചുവായും ജയിച്ചതൊഴിച്ചാൽ ഇവിടെ സ്ഥിരമായി കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ്. അങ്ങനെ ചില ട്രഡീഷൻ, ചില പാറ്റേൺ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണമാണെന്ന് പ്രത്യേകമായി നിർണ്ണയിക്കണമെങ്കിൽ അത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയാലേ പറയാൻ പറ്റും.